Salu കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കലത്തപ്പമാണ്. സാധാരണ നമ്മൾ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചോറ് അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ചോറില്ലായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് 2 ഇഡ്ഡലി ബാക്കിയുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ആ ഇഡ്ഡലി വെച്ചിട്ടാണ് ഈ കലത്തപ്പം തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്കാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കലത്തപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് 2 മണിക്കൂറായിട്ട് വച്ചിരിക്കുന്നതാണിത്. ഈ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് 250 ml കപ്പിൽ 1 കപ്പ് പച്ചരിയാണിത്. ഇതിപ്പോൾ ഞാൻ 2 മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം വേണം നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ്, ഇതേ മെഷറിംഗ് കപ്പിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1 കപ്പ് ശർക്കര പാനി കാച്ചിയിട്ട് അത് നന്നായിട്ട് അരിച്ചെടുത്തതാണിത്. പിന്നെ വേണ്ടത് ചോറാണ്. ചോറാണെങ്കിൽ 1/4 കപ്പ് ചോറ് നമ്മൾ ഇതിനായിട്ട് എടുക്കണം. എൻ്റെ കയ്യിലിപ്പോൾ ചോറില്ലാത്തതുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഇഡ്ഡലിയാണ്. കണ്ടോ, ഇതുപോലത്തെ ഇഡ്ഡലി വെച്ചിട്ടാണ് ഞാൻ ഈ കലത്തപ്പം തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ ചോറാണെങ്കിൽ നിങ്ങൾ ഇഡ്ഡലി എടുക്കേണ്ട, 1/4 കപ്പ് ചോറെടുത്താൽ മതി. ചോറിന് പകരമാണ് ഞാനിവിടെ 2 ഇഡ്ഡലി എടുത്തിരിക്കുന്നത്. ഇനി ഇത് 3ഉം കൂട്ടിയിട്ട് എങ്ങനെ അരച്ചെടുക്കും എന്ന് നോക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഈ ഇഡ്ഡലി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, സോഡാപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മതിയാകും. പിന്നെ ഇത് നഗക്കെ വെള്ള ശർക്കരപ്പാനി ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കേണ്ടത്. അതായത് ശർക്കരപ്പാനി ഒഴിക്കുമ്പം കൂടുതലായിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത്. അങ്ങനെ വന്നാൽ ഈ അരി അരഞ്ഞു കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് നഗക്കെ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ശേഷം ബാക്കിയിരിക്കുന്ന ശർക്കരപ്പാനി മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഒന്ന് അരച്ചിട്ട് വരാം. ഇതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അതായത് ഒരു ദോശമാവിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബാക്കിയിരിക്കുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഏലക്കാപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം കലത്തപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് മൂടിയിട്ട് അരമണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ കലത്തപ്പം തയ്യാറാക്കി എടുക്കുന്നത്. ഞാൻ ഇതേ ജാറിൽ തന്നെ അടച്ച് മാറ്റി വെക്കുവാണ്. ഇനി അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ കലത്തപ്പത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചെറിയ ചുവന്നുള്ളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ചെറിയ ഉള്ളിയാണ് എപ്പോഴും നല്ലത് സവാളയേക്കാൾ. അതുകൊണ്ട് ഈ കലത്തപ്പത്തിൽ നിങ്ങൾ ഇതുപോലെ ചെറിയ ചുവന്നുള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഞാനിവിടെ കുറച്ച് കാഷ്നട്ടും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഇവിടെ ചൂടാകുമ്പോഴേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയും ചുവന്നുള്ളിയും കൂടിയിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്ന ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് കാഷ്നട്ട് ചേർക്കത്തുള്ളൂ. ഈ തേങ്ങയും ചുവന്നുള്ളിയും നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട്. ഈ സമയം വേണം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. 3ഉം കൂടിയിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കാം. അത് ഈ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കുറച്ച് നമ്മൾ മാറ്റി വെക്കുന്നത്. ഞാനിവിടെ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത്
ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഈ പാത്രത്തിൻ്റെ അടിയിലേക്ക് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെക്കണം. ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഞാനിവിടെ ഒരു ദോശക്കല്ലാണ് എടുത്തു വച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ചുവട് കട്ടിയുള്ള ഒരു ഇത് വേണം വയ്ക്കേണ്ടത്. ദോശക്കല്ലാണ് ഏറ്റവും നല്ലത്. അതിന് പുറത്തേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ പാത്രം മൂടി ഒരു 45 മിനിറ്റ് എടുക്കും ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇനി ഇത് മൂടി വെക്കാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കൊന്നും നമ്മളിത് തുറക്കത്തില്ല. പിന്നെ ഫ്ലെയിം കൂട്ടിക്കൊടുക്കരുത്. കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാകത്തില്ല. അപ്പോൾ നമ്മളിത് കറക്റ്റ് വേഗമാകാൻ വേണ്ടിയിട്ടാണ് അടിയിൽ ചൂട് കെട്ടിയുള്ള പാത്രം വെച്ച ശേഷം അതിന് മീതെ ഈ പാത്രം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതാണ്. ഇപ്പം വെന്ത് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നില്ലേ ഡെക്കറേഷന് വേണ്ടിയിട്ട്, അതിട്ട് കൊടുക്കേണ്ടത്. നല്ലതുപോലെ ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പിടിക്കത്തില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതിട്ട് കൊടുക്കണം. വീണ്ടും ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിവിടെ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഇനി ഇത് വെന്തിട്ടുണ്ടോയെന്ന് ഒരു സ്ക്യൂവർ കൊണ്ടോ ടൂത്ത് പിക്ക് കൊണ്ടോ ഇതൊന്ന് കുത്തി നോക്കിയാൽ മതി. കണ്ടോ, ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്യൂവർ നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇതിപ്പം നമ്മൾ നെയ്യ് ഒഴിച്ചത് കാരണം ഇതിൽ നിന്ന് ഇളകി കിട്ടാൻ എളുപ്പമാണ്. കണ്ടോ, ഇതൊരു നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഇത് ഇളക്കിയെടുക്കാൻ പറ്റുന്നത്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി കൊടുക്കാം. കണ്ടോ, ഇതിവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അടുക്കി പിടിക്കുകയോ കരിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി വീണ്ടും ഇതൊന്ന് തിരിച്ച് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഞാനിവിടെ തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കലത്തപ്പം ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. കണ്ടോ, ഇത് അടുക്കി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പാത്രം നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കലത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഇഡ്ഡലി ബാക്കി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഇന്നിപ്പോൾ കലത്തപ്പം ഉണ്ടാക്കാം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ ചോറിന് പകരം ഇഡ്ഡലി ഇട്ടിട്ടാണ് ഞാനിത് അരച്ചെടുത്തത്. അപ്പോൾ എന്ത് സാധനവും നമുക്ക് ബാക്കി വന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ആകാണ്ട് അതിനെ പുതിയൊരു പലഹാരമാക്കി എടുത്ത് നമ്മൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ആരും പറയത്തില്ല ഇതിൽ ഈ ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഇനി ഇത് കട്ട് ചെയ്യാനായിട്ട് ഇന്ന് ഞാനല്ല കട്ട് ചെയ്യുന്നത്. ഇന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ വിശിഷ്ട അതിഥിയാണ്. സുൽത്താൻ വരൂ. ഇന്ന് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉമ്മായെ കൊണ്ട് വേണ്ട നമുക്ക്. അതിൻ്റെ ഉൾഭാഗം ഇവർക്കൊന്ന് കാണിച്ചു കൊടുത്തിട്ട് കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിരിക്കുകയാണ്. കാണാമല്ലോ. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് കുറേ അണ്ടിപ്പരിപ്പും തേങ്ങയും ഒക്കെ ഇട്ടതുകൊണ്ട് അതെന്താറിയാവോ ഇത്രയും അധികം അണ്ടിപ്പരിപ്പും തേങ്ങയൊക്കെ വറുത്തിടാൻ കാര്യം നിസാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഈ പായസത്തിലും ഇതിലുമൊക്കെ തേങ്ങയും അണ്ടിപ്പരിപ്പും കുറച്ച് ഓവറായിട്ട് വേണം. എന്തായാലും എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സമയം തന്നെ പറയും. അല്ല പറഞ്ഞാൽ മതി, ടേസ്റ്റ് പറയണമല്ലോ. ഞാനത് നോക്കിയപ്പം എനിക്ക് തോന്നിയത് നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്തിട്ടുണ്ടോ? ചെറിയ ഉള്ളിയുടെയും നെയ്യുണ്ടോ? നെയ്യിൻ്റെയും പിന്നെ ഈ വറുത്തിട്ട എല്ലാ ഇതുണ്ടല്ലോ ഈ ഈ തേങ്ങയും അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ എല്ലാം ചേർന്നിട്ട് ഒരു എന്ത് പറയാൻ ഒരു വല്ലാത്ത ടേസ്റ്റ് തന്നെ. ഞാൻ അടുത്ത കാലത്തൊന്നും ഇതൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് അവിടെ ഫിലിപ്പൈനിൽ ഇതൊന്നും കിട്ടാറില്ലല്ലോ, അതുകൊണ്ട് ഞാനിത് കഴിച്ചിട്ടില്ല, ആളില്ല. അപ്പോൾ എനിക്ക് ഇത് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എന്താ നിങ്ങൾക്ക് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്തെന്നുള്ളത് നിങ്ങൾ അറിയിക്കണം.